തിങ്കൾ കിളിയായി കുറുക താരത്തൂവൽ അതാ വീട്. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ വീട് ബ്രോക്കർ മാമ. എടുക്കാം, നിന്നോട് എത്ര നേരമായി പറയുന്നു കോൾ മീ ബ്രോക്ക്. ആൻഡ് എനിക്ക് ഈ വീട് തന്നെ വേണോടാ. എന്തോ പിന്നെയും തുടങ്ങി. ഞാൻ വണ്ണപ്പം തൊട്ട് കേൾക്കണത് ഈ വീട്ടിലെന്താ വല്ല പ്രേതോ പിശാശോ ഉണ്ടോ? നീ ഉണ്ടെങ്കിൽ തന്നെ ഈ വാടകയ്ക്ക് ഇത്രയും നല്ല വീട് വേറെ കിട്ടൂല. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നാശത്തിലേക്കാ നിന്റെ പോക്ക്. എന്തോ ഏട്ടാ, ഇവിടെ പ്രേതം ഉണ്ടോ? അല്ല, ഒരു പിശാശുണ്ട്. അത് ഞാനങ്ങ് സഹിച്ചു. ഇതൊക്കെ കുറെ കേട്ടതാ. ഇതാരാ? ഹലോ ബ്രോക്കർ മാമ. ഓക്കേട്ടാ, ഇതേതാ അവിടെ ഒരു കള്ളൂടിയ? ദാറ്റ്സ് നോട്ട് ഏതോ ഒരു കള്ളൂടിയ, ദാറ്റ്സ് യുവർ ഹൗസ്മേറ്റ് കള്ളൂടിയ. പിന്നെ നീ അഡ്ജസ്റ്റ് ആണല്ലോ പറഞ്ഞു. അഡ്ജസ്റ്റ് ബ്രോക്കർ ബ്രോ കട്ട് ചെയ്ത്. നീ ഏതാ? അതിന് നീ എന്തിനാടെ നിന്ന് വിറയ്ക്കുന്ന? നീ ഏതാ ബ്രോന്ന്? ഞാൻ ലൂക്ക, ന്യൂ ഹൗസ്മേറ്റാ. ലൂക്ക, നൈസ് നെയിം. എന്തിനാ വന്ന്? ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ 6 months ഉണ്ടാവും. ഇറ്റ്സ് നോട്ട് എ റൈറ്റ് പ്ലേസ് ഫോർ യു. അതുകൊണ്ട് പോവാൻ നോക്ക്. എനിക്ക് പോവാനാവില്ല. ഇമ്മന്ന് എന്താ? എന്ത്? ഇവിടെ എന്തിനാ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നേ? ഓ സോറി. ഒന്നും തലയിൽ കയറുന്നില്ല. ഭ്രാന്ത് പിടിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ വഴി എന്നെ പാട്ടും കള്ളൂടി. ഒരു പോള കണ്ണടിച്ചിട്ടുള്ള 2 ദിവസമായിട്ട് എന്തൊരു നോയ്സാ. ബ്രോക്കർ മാമ, ഹൗ ക്യാൻ യു ഡു ദിസ് ടു മീ? ഹലോ ബ്രോക്കർ, നീ അഡ്ജസ്റ്റ്. ബ്രോക്കർ മാമ, ഇവനെ കൊണ്ട് ഞാനിന്ന് കുറപ്പിക്കും. അതെ, ആ പാട്ടിന്റെ സൗണ്ട് ഇച്ചിരി ലൂക്ക, നിനക്കൊന്ന് ഫോണിൽ ഇട്ടിട്ട് ചെയ്തു ഇതൊക്കെ. സോറി, നീ ഉള്ളത് ഞാൻ മറന്നു. പിന്നെ നിനക്ക് വന്ന് തട്ടിയിട്ടൊക്കെ വരാമല്ലോ. എന്തിനാ പോന്ന്? ഈ പാട്ടിന്റെ സൗണ്ട് ഇച്ചിരി കുറയ്ക്കണം. നടക്കൂല. എടോ, എനിക്ക് പഠിക്കാനാവുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞു ഇത് നിനക്ക് പറ്റിയ പ്ലേസ് അല്ല, പൊക്കോളാം. പ്ലീസ് ഇറങ്ങിപ്പോ. എൻ്റെ ലൈഫിൽ ഇപ്പൊ ആകെയുള്ള ഹാപ്പിനെസ് ഒന്ന് ഈ ബോട്ടിൽസും ഒന്ന് മ്യൂസിക്കും. അത് എവന് വേണ്ടിയും എവൾക്ക് വേണ്ടിയും ജയിക്കാൻ നിർത്തൂല. പോവാൻ. தினம் தினம் முன்னால் இருந்தேனே, மறந்திட மட்டும் மறந்தேனே. தீயன தெரிந்தும் அடி நானே, திரும்ப உன்னை தொட வந்தேனே. தெரிந்தேன் சுகமாயிருந்தேனே.
கடும் விஷத்தினை எடுத்து குடித்தாலும் அடி கொஞ்ச நேரம் கழித்து உயிர் போகும் உந்தன் காதலில உடனே உயிர் போகும். ரங்கோலி கோலங்கள் நீ போட்டாய் கோலம் போட்டவ கைகள் மாறி ഗുഡ് മോർണിംഗ്. ചായ കുടിക്ക. ചായയോ? തോന്നാൻ ചാൻസ് ഇല്ലല്ലോ. എന്താണ് നോക്കുന്നത്? ചായ കുടിക്കാൻ. ആ, ഇപ്പൊ ശരിയായി. ഞാൻ വിചാരിച്ചു ജയിക്കുകയാണെന്ന്. അല്ല, ആരാ? ജെയ്ത്. കോമേച്ചി ജയിക്കിയുടെ കസ്റ്റന. താങ്ക് യു. ജയിക്ക് എവിടെ? ഇപ്പൊ നീക്കാൻ യാതൊരു ചാൻസും ഇല്ല. നമ്മൾ നീക്കുന്ന നേരത്താണല്ലോ അവൻ ഉറങ്ങാറ്. അങ്ങേർക്ക് വയ്യല്ലേ? ഏയ്, അങ്ങോട്ട് പോയാലേ ഉള്ളൂ കുഴപ്പം. അല്ലേ കുഴപ്പമില്ല, പാവം. ജയ്ക്ക്, നിന്റെ ന്യൂ ബുക്ക് കണ്ടായിരുന്നു? നൈസാ. ഞാനതിന്റെ സെക്കൻഡ് പാർട്ട് റെഡിയാക്കും. ചായ കുടിക്കുന്നൊക്കെ കള്ളു കുടിക്കും പോലെ ഓരോന്ന്. ഈ ബുക്ക് ഇത് ഞാൻ വായിച്ചായിരുന്നു. എടാ ലൂക്ക, ഈ ബുക്ക് ചെയ്യുക തേങ്ങയാ. ഇതില് ഫുള്ള് വെട്ടും കുത്തും ചോരക്കളി. എടാ ലൂക്ക, നിക്ക് ചിമിച്ച അവിടെ. നിനക്ക് ഇഷ്ടമല്ലേ പിന്നെ നീ എന്തിനാ അത് ഓർത്ത് വയ്ക്കുന്നത്? എനിക്ക് ഇഷ്ടമേ അല്ല, അതുകൊണ്ട് ഓർത്ത് വയ്ക്കുന്നത്. അവന്റെ ബുക്ക് ഒന്ന് പോലും അറിയാത്ത അവന്റെ മുന്നിൽ വെച്ച് തന്നെ അതിനെ കുറിച്ച് പറയുന്നു. ആ, എടാ ദ്രോഹി ചിമ്മിച്ച, നിങ്ങളൊന്ന് ഉറക്കെ കരഞ്ഞാർന്നേ ഞാൻ ഉണർന്നേനെ. അതിന് നീ എന്നെ എവിടെടാ കരയാൻ വിട്ടെ? ഞാനൊന്ന് കുളിച്ചിട്ട് വരാവേ. വല്ലാത്ത ചൂട്. നിനക്ക് ടോയ്ലറ്റിൽ പോവാനായിരിക്കും അല്ലേ ലൂക്ക? ചിമ്മിച്ച പോലും പോലും പോയി. അതെ, ഷൂ ഷൂ. എന്താ? അത്രയ്ക്ക് തേങ്ങൊന്നല്ല കേട്ടോ. എന്റെ സോഫ്റ്റ് ഹാർട്ട് ആയോണ്ടേ എനിക്കിതൊന്നും കണ്ടു നിൽക്കാനാവൂല. അതുകൊണ്ടാ. അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. എന്നാലും ഞാൻ പറയണല്ലോ. നിന്റെ അഭിപ്രായം നീ പറഞ്ഞു. നോ പ്രോബ്ലം. ആ, JK here. Not for a partner. I'm looking for a FWB. ഓക്കെ, ഇത്രയും പെട്ടെന്നായ അത്രയും നല്ലത്. അതെ, എന്തായി FWB? അറിയാമോ നിനക്ക്? റൂമിലെ വാ, ഐ വിൽ ഷോ യു. നിന്നെ അവൻ കൊന്നില്ലേടാ ജിമ്മിച്ച? ഈ FWB എന്താ? FWB അറിയണോ മോനെ? വാ, ചായം പറഞ്ഞുതരാം. മോനെ ചെയ്തോ? എന്താ ലൂക്ക? നീ പറയണ്ട. ആറമുട്ട് നീ ചോദിച്ചാ മതി, ഞാൻ പറഞ്ഞുതരാൻ ഫുൾ ടൈം റെഡി ആണ്. പോടെ പോയി. അവിടെ അല്ല, ഇവിടെ. എടാ നീ എന്താണ് ഇവിടെ? നീ എന്താ റിപ്ലൈ തരാത്ത? എത്ര ദിവസമായി ഞാൻ പുറകെ നടക്കുന്നു. എന്തിന്? BF ആവാൻ? നിനക്കല്ലടാ പട്ടി ഒരു TF ഉള്ള. PF ആണോ GF ആണോ സുഖം നോക്കി നല്ലതെടുക്കാലോ. നീ എന്റെ കൈവാക്കിന്ന് പൊക്കോ. അവൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്
ഞാൻ പോവില്ല. ഇന്ന് ഞാൻ പോവാം. എടാ പോവല്ലേ, വീട്ടിൽ കയറി പോടാ. ഇന്ന് ഞാൻ നാളെ വരാവേ, ഇതേ സമയം ഇതേ ഗേറ്റ്. ബൈ. ലവ് യു ലുക്ക. ഒരു പ്രാന്തന്മാര്. നൈറ്റായി തുടങ്ങി അവൻ്റെ പാട്ടും കൂത്തും. ആ സ്പീക്കർ ഒന്ന് കേടാക്കി വെച്ചാർന്നേ കുറച്ച് നേരത്തിന് സമാധാനത്തിന് പഠിക്കായിരുന്നു. ഉണ്ടോ? ഇല്ല. ഈ സ്വിച്ച് നീക്കിയിട്ട് ആ വയറങ്ങ് പിടിച്ച് വലിക്കാം, അല്ലേ ഷോക്ക് അടിച്ച് ചോവും ഞാൻ. എന്താണ് ചെയ്യുന്നത് ഇവിടെ? ഓ ജയിക്കുക പറ, എന്താ ചെയ്യുന്നത്? അത് ഞാൻ നീ ഇപ്പൊ സ്പീക്കർ നേടാക്കാനെന്ന് പറഞ്ഞാൽ ഇവൻ എന്നെ ഇവിടെ ഇട്ട് ചവിട്ടി അരയ്ക്കും. എന്തെങ്കിലും ആലോചിക്ക് നോക്കാം. നീ അല്ലേ രാവിലെ പറഞ്ഞ FWB എന്താന്ന് പറഞ്ഞുതരാന്ന്? ഓ FWB അറിയാൻ വന്നതാണ് സാറ്. ആ ഡോർ അടച്ചിട്ട് പോവാ. എന്തൊക്കെയാ ലൂക്ക നീ പറഞ്ഞേ? ആ ചിമ്മിച്ചനെ തള്ളിയിട്ട് ഓടിയ പോലെ ഒറ്റ ഓട്ടം കേട്ടല്ലോ. ഓക്കെ സെറ്റ്. ചെക്കിന് കുടിച്ചിട്ടുണ്ടോ? അതല്ലല്ലോ ഇവിടെ വിഷയം. എന്റെ ചെക്കൻ വേറെയാ. ചെക്കനാ? ആ നിനക്ക് ചെക്കനാ? എന്താ എനിക്ക് ചെക്കനെ പ്രേമിച്ചൂടെ? പ്രേമിക്കാമല്ലോ. എടാ നീ എന്തുമായി കാണിക്കുന്നത്? കണ്ടില്ലേ, ഇവിടെ കാണിക്കാം. നിനക്ക് നേരെ കാണാമല്ലോ. അങ്ങോട്ട് നീ നിൽക്ക്. ഇവന് മടി കയറി സംസാരിക്കാൻ അറിയുള്ളൂ. നിനക്കെന്തോ ഞാൻ അടുത്ത് വന്നോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇനി കൺട്രോൾ ഇഷ്യൂസ്? ഇല്ല, വടവാ എൻ്റെ നെഞ്ചത്തോട്ട് കയറി. അല്ല പിന്നെ അതൊക്കെ പറയണ്ടോ? ഈ കോപ്പിനെ എന്താണ് നിനക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടോ? ജോക്കാണോ ഞാൻ? നിനക്ക് എന്താ വേണ്ട? എന്നെ കിട്ടുമോ? വേണ്ട, മാറി നിൽക്ക്. ഈ കോപ്പ് എന്താ പറഞ്ഞാൽ കേൾക്കാത്ത? ഞാനത്ര പാവൊന്നും അല്ല കേട്ടോ. എൻ്റെ കളിയൊന്നും എന്നോട് വേണ്ട. വേണ്ട, എനക്കൊന്നുമില്ല. നീ പാവാണേലും അല്ലേലും. എടാ എൻ്റെ ചാരിത്രം അത് ഞാനെടുത്തോളാം. ഇവന എന്താണ് നിന്റെ പ്രോബ്ലം? പറ്റൂല നിനക്ക്? ഇല്ല അമ്മേ, നിങ്ങൾ കുറച്ച് ലേറ്റാ. എനിക്ക് BF ഉണ്ട്. BF ഉള്ള നീ ഈ നട്ട പാതിരയ്ക്ക് FWB അറിയാൻ എൻ്റെ റൂമിൽ കയറി വന്നു. അത് അറിയാനുള്ള ത്വര കൊണ്ട്. ഓഹോ ഉണ്ട് ചേക്ക്. ആരാ പറ, എന്തിനാ അറിയാൻ? വേണ്ട. ഇപ്പൊ നിനക്കില്ലാന്ന് ഉണ്ടേ പറയുന്നതിനെന്താ? ഞാനെന്ത് ചെയ്യാനവനെ? നീ ഇപ്പൊ പറയുന്നോ അതോ കിസ് ബെട്ടി കൊണ്ടിട്ട് കണ്ടിന്യൂ ചെയ്യണോ? വേണ്ട, ഞാൻ പറയാം. ബട്ട് നീ എന്നെ കിസ് ചെയ്തൊന്നും അവനോട് പറയല്ലേ. അവൻ ചങ്കുപൊട്ടി ചാവും. വിശ്വസിക്കാൻ ഞാൻ ചതിക്കില്ലേ? പറയൂല. അത് അപ്പുറത്തെ വീട്ടിലെ ജോഹാൻ എനിക്ക് വേണ്ടി അവനോട് നിൽക്കുന്നത്. ഞാൻ പോവാ. ഈ നട്ടപ്പാതിരിക്കോ എങ്ങോട്ട്? ഞാനിവിടെ നിന്നാ നിനക്ക് പഠിക്കാനാവില്ല. എല്ലാവർക്കും ശല്യം തന്നെ. ചേക്ക് നിൽക്ക്. ഇവന്റെ കണ്ണിന് ഇത്ര ഭംഗിയുണ്ടായിരുന്നു.
ജെക്കെ ജെക്കെ ഡോർ തുറക്ക്. എത്ര നേരം ഞാൻ വിളിക്കുന്നു, നിനക്കന്ന് ചെവി വെക്കൂലേ? ജെക്കെ ജെക്കെ എന്തിനാടാ കിടന്ന് കാറുന്നേ? നീ എന്താ എന്നോട് മിണ്ടാത്തെ? എത്ര നേരമായി ഞാൻ കിടന്ന് വിളിക്കുന്നു. അല്ലേ ഞാൻ നിന്നോട് മിണ്ടാറുണ്ടോ? ഇല്ല. പിന്നെന്താ, ഇറങ്ങിപ്പോ. ആരാ? ഞാൻ ജീവ. ജെകെ സാർ ഒരു FWB വേണമെന്ന് പറഞ്ഞു വന്നയാ. അതിന് ഇവിടെ ജെകെ എന്ന് പറഞ്ഞ ആരും ഇല്ല. ജീവ? ആ യെസ്, വരൂ. ജെകെ? ആ ആം ജെകെ. ജെകെ ഇല്ലെന്ന് പറഞ്ഞു. അവന് കണ്ണിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. അടുത്തുള്ളവരെ കാണില്ല. അപ്പുറത്തെ വീട്ടിലോട്ടാ കണ്ണ്. അപ്പുറത്തെ വീട്ടിലോട്ട് കണ്ണിന്റെ കുഞ്ഞമ്മയ്ക്ക്. ലൂക്ക, നീ കുറെ നേരമായാലും ഇവിടെ നിന്ന് കഥകളി കളിക്കുന്നു. നിനക്ക് എന്താ കാണണ്ടേ? എനിക്കെന്ത് കാണാനാ? എനിക്കൊന്നും കാണണ്ട. ഇത് എൻ്റെ കൂടെ വിടാം. അപ്പോൾ ഞാൻ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. സോ എങ്കിൽ ഞാൻ നൈറ്റ് വരാം. ഓക്കെ. ജെകെ, നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. നീ പോയി നിന്റെ PF നോട്ട് ഇട്ടാൽക്കോ. അവൻ എൻ്റെ BF ഒന്നുമല്ല. അവനൊരു GF ഉള്ളയാ. എന്നിട്ട് എൻ്റെ പുറകെ നടക്കുന്ന. നീ ഇന്നലെ നൈറ്റ് എൻ്റെ മണ്ടയ്ക്ക് കയറാൻ വന്നപ്പോൾ ഞാൻ പേടിച്ചു പറഞ്ഞ അവൻ്റെ പേര്. ഓക്കെ ഫൈൻ, ഒന്ന് പുറത്തിറങ്ങി നിൽക്കൂ. ഈ ഡോർ നടക്കാനായിരുന്നു. ജെകെ, എന്താ നിനക്ക്? എനിക്കൊന്നുമില്ല. നിനക്കെന്താ? എനിക്ക് നിന്റെ FWB ആവണം. എനിക്ക് നിന്റെ FWB ആവണം എന്ന്. ഇപ്പം എന്താ, നിന്റെ പേടിയില്ലേ? മാറിയോ? മാറിയൊന്നുമില്ല. ബട്ട് എനിക്കൊരു ടോപ്പിനെ ഞാനും നോക്കുമായിരുന്നു. FWB മീൻസ് FWB, നോ ഇമോഷണൽ കണക്ഷൻ, ഓൺലി ബെനിഫിറ്റ്. അയിനോ. ഫോൺ എടുക്കട്ടെ. എടുക്ക. ഹലോ ജീവ, നീ നൈറ്റ് വരണ്ട. അപ്പോ എങ്ങനാ? എന്തെങ്ങനാണ്? ഓഹോ, ബെഡിലോ? കാണിച്ചു. அக்கம் பக்கம் யாரும் இல்லா பூலோகம் வேண்டும். என் ஆசைதான் உன் இறுக்கத்திலே, என் ஆயுள் வரை உன் அரைப்பினிலே. வேறென்ன வேண்டும் உலகத்திலே? இந்த இன்பம் போதும் நெஞ்சினிலே. 7 ஜென்மம் வாழ்ந்திருப்பேன். அக்கம் பக்கம் யாரும் இல்லா பூலோகம் வேண்டும். அந்த பகல் உன்னருகே நான் வாழ வேண்டும். என் ஆசைதான் உன் இறுக்கத்திலே, என் ஆயுள் வரை உன் அரைப்பினிலே. வேறென்ன வேண்டும் உலகத்திலே? இந்த இன்பம் போதும் நெஞ்சினிலே. 7 ஜென்மம் வாழ்ந்திருப்பேன். அக்கம் பக்கம் யாரும் இல்லா பூலோகம் வேண்டும். என் ஆசைதான் உன் இறுக்கத்திலே, என் ஆயுள் வரை உன் அரைப்பினிலே. வேறென்ன வேண்டும் உலகத்திலே? இந்த இன்பம் போதும் நெஞ்சினிலே. 7 ஜென்மம் வாழ்ந்திருப்பேன். அக்கம் பக்கம் யாரும் இல்லா பூலோகம் வேண்டும். அந்த பகல் உன்னருகே நான் வாழவே. ലൂക്ക വാ, കിടക്കാം.
ജയിക്ക് എപ്പോഴും ഇത് തന്നെയല്ലേ. ഇന്ന് നൈറ്റ് നമുക്ക് ടാൽക്കാം. എന്ത് ടാൽക്കാൻ? ഒന്നും ടാൽക്കാനില്ലേ? വേറെ ഒന്നും ഇല്ലല്ലോ നമ്മുടെ ഇടയിൽ സംസാരിക്കാൻ. ദാറ്റ്സ് വൈ. ടാൽക്ക്. നിന്റെ ഏജ് എത്രയാ ജയിക്ക്? 23. വലുതാണല്ലേ. അപ്പോൾ മാരേജിൻ്റെ ഏജൊക്കെ ആയിക്കാണും. നീ എന്താ പഠിക്കുന്നത് ഇവിടെ? ഏജ് എത്രയാന്നാ പറഞ്ഞ്? 18. 18 അയ്യേ 18? ആ, എന്താ ഒരു പുച്ഛം? നീ എന്താ എന്നോട് മുന്നേ പറയായിരുന്നു? നിനക്ക് പറഞ്ഞുകൂടെ കറണ്ട് ഏജ്? നീ എന്നോട് ചോദിച്ചില്ലല്ലോ ഏജ്. ഇതൊക്കെ ചോദിച്ചിട്ടാണോ പറയാ? നിനക്ക് അറിഞ്ഞൂടെ? അയ്യോ സേട്ടാ, എനിക്ക് 18 ആണെന്ന് പറയാൻ പറ്റുമോ? എന്താ പറഞ്ഞ? ചോദിച്ചാലല്ലേ പറയോ. മിണ്ടരുത് നീ. കോപ്പ് 18 തികഞ്ഞോടാ നിനക്ക്? നിനക്ക് ജയിലിൽ പോകാൻ വയ്യാത്തോണ്ടാ? ആ, എന്നെ പറ്റിക്കണോ നീ? അല്ല, എനിക്ക് കറക്റ്റ് 18. FF കുറെ വായിക്കുമില്ലേ നീ? അതും ഇംഗ്ലീഷ് ചെറുതായിട്ട്. മണ്ടയ്ക്കൊന്ന് തന്നാട്ടല്ലോ. എന്തോ നോക്കുന്നു? ഇനി നിന്നെ ആ നോട്ടല്ലേ നോക്കാൻ പറ്റുള്ളൂ. നിന്നോടാണോ ഞാനിതൊക്കെ പറഞ്ഞ്? ബട്ട് നീ പൊക്കോ, എൻ്റെ അടുത്ത് വരില്ല. ചെയ്തിനോട് സംസാരിച്ചു. തേഞ്ഞ് എനിക്കിപ്പോൾ ഏജ് ചോദിക്കേണ്ട എന്തിൻ്റെ ആവശ്യമായിരുന്നു? എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാന്ന് കരുതിയതാ. ഞാൻ മിണ്ടാൻ കൊള്ളുന്ന കൂട്ടത്തിൽ പെട്ടതല്ലെന്ന് നിനക്കറിയാലോ. സോ എൻ്റെ അടുത്ത് വരണ്ട. നിൻ്റെ ഏജ് ആദ്യം അറിയായിരുന്നു. ഞാൻ നിന്നോട് ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യില്ലായിരുന്നു. ഈ ഏജിൽ ഞാൻ നിന്നോട് ചെയ്തതൊക്കെ തെറ്റാ. അയ്യേ സാരില്ല, പോട്ടെ. പൊക്കോണം. എൻ്റെ വോയിന്ന് കേൾക്കല്ലേ നീ. കേൾക്കാനുള്ളതൊക്കെ കേട്ട് ഇനി എന്തോ കേൾക്കാനാ? നിർത്തടാ. നിന്റെ ഇമാതിരി വർത്താനം കൊണ്ട് ഇനി എൻ്റെ മുന്നേ കണ്ടുപോകരുത്. ഞാൻ പോവാ. വരണില്ല. പോട്ടെ. അതെ, എന്നാ? പൊക്കോ. ഓഫ്, സാഡാക്കല്ലേ. മയിരാക്കും. എൻ്റെ വോയിന്നൊന്നും കേൾക്കാതെ പൊക്കോ അവിടുന്ന്. ബെസ്റ്റ്. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ എനിക്ക് സമാധാനമായി. എന്നാ പോവാ. ഓ പോ. ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. നാട് വിട്ട് പോകുന്നില്ല. നിൻ്റെ അടുത്ത് വരില്ല എന്നേ ഉള്ളൂ. നീ എന്തോ ചെയ്യും. എന്തിനാ കിടന്ന് കാറുന്നേ? കുറെ നേരമായല്ലോ. ലൂക്ക് എവിടെ? അവൻ രാവിലെ തന്നെ നീച്ചു പോയി. എവിടെ? അവന്റെ ഇച്ഛനെ കാണാൻ എന്തോ പറഞ്ഞു. ഇച്ചയുടെ കൂടെ കുറച്ചിട്ടേ നിക്കണം. ഏതിച്ച? ഇപ്പൊ വരും. എന്തിനാ പോയേ? നീ ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? അറിയാൻ ഞാൻ ആരും അവന്റെ BFO. എന്താ ചോദിക്കുന്നത് നിനക്ക്? ഓക്കെ അല്ലേ നീ? ഓക്കെയോ? ഓക്കെ. അല്ലെങ്കിലും കണ്ടിട്ട് 1 month പോലും ആയില്ല. എന്ത് ഫീൽ ഉണ്ടാവാനാ? പോട്ടെ. വേദനിക്കണം. മാറും. അതിന് മാത്രമൊന്നും ആയില്ലല്ലോ. FWB അല്ലേ. Just for benefit. നീ പിന്നെ ഈ ഇരുട്ട് റൂമിലോട്ട് തന്നെ താമസം മാറിയോ? ആ, ഇവിടെ ഇപ്പോൾ കംഫർട്ടബിൾ. ജെക്കെ, നിന്റെ കണ്ടീഷൻ വന്ന് നല്ല മോശമായിക്കൊണ്ടിരിക്കുക.
എന്താ പ്രശ്നം? എന്നോട് പറ. എന്ത് പ്രശ്നം? ഒന്നുമില്ല. അത് പറയുമ്പോൾ പോലും നിന്റെ കണ്ണ് നിറഞ്ഞായിരിക്കുന്നത്. എൻ്റെ കണ്ണ്? ഏ, എൻ്റെ കണ്ണോ? ഒന്ന് പോട്ടെ മിസ്സ. ഞാൻ ഹാപ്പിയാ. ലോക്കയാണോ? അറിയില്ല, ബട്ട് വല്ലാണ്ട് ഹേർട്ടാവുന്നു. അവനോട് പോവാൻ പറഞ്ഞപ്പോൾ പോലും അവൻ്റെ ആബ്സെൻസ് എനിക്ക് ഇത്രയും വേദനിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. എനിക്ക് താങ്ങാനാവുന്നില്ലടാ. മിസ് ചെയ്യുന്നു. എനിക്കൊന്നും എനിക്കവനൊന്ന് കണ്ടാൽ മതി, ഒന്നടുത്തിരുന്നാൽ മതി. എനിക്ക് വേദനിക്കുന്ന ശ്രമിച്ച കുറച്ചിടെ ആണേലും ഈ ഡാർക്ക് ലൈഫിൽ നിന്ന് മാറി ഞാൻ ഇന്ന് മനസ്സറിഞ്ഞ് ചിരിച്ച് അവൻ്റെ കൂടെ ഇപ്പം ഞാൻ അവൻ്റെ അടുത്തുണ്ട്. അവനെന്നെ എന്തേലും പറഞ്ഞ് ഹാപ്പിയാക്കി വെക്കുന്നുണ്ടാവും. എനിക്ക് അവനൊന്ന് കണ്ടാൽ മതി, ആ സൗണ്ട് ഒന്ന് കേട്ടാൽ മതി. എനിക്ക് അവനെ വേണം ചിന്തിച്ച എനിക്ക് ആവുന്നില്ല. ഈ കോപ്പ് പഠിച്ചു തീരും മുന്നേ ഞാൻ തീരുന്നാ തോന്നുന്നത്. ആരത്? ചിമ്മിച്ചനാ? സുഖാണോ അണ്ണാ? അത്രയ്ക്ക് സുഖമൊന്നുമില്ല. അതെന്നാ പറ്റി? ഒരു പട്ടി എന്നെ ശല്യം ചെയ്യുന്നു. തല്ലിക്കൊല്ലതിനെ. എന്നിട്ട് വേണം അതെന്നെ കടിക്കാൻ. എനിക്ക് വെടിവെച്ചുമില്ല. നിന്റെ വായിലെ കൊല്ലല് തന്നെ വരുവുള്ളൂ ചെറുക്ക. പിന്നെ പട്ടി ശല്യപ്പെടുത്തി എന്തോ ചെയ്യാനാ? മടിയിലിരുത്തി താരാട്ട് പാടാൻ പറ്റുമോ? അങ്ങ് താരാട്ടറ, അതൊരു പാവം പപ്പിയാ. എനിക്കൊന്നും വേണ്ട, നീ വെച്ചോ. നിനക്കിനി വേണ്ടേലും അത് നിന്റെ പുറകെ വരും. പട്ടിക്കും വട്ടാവൂ? ചില പട്ടികൾക്കാവും. എന്താല്ലേ കാലം പോയ പോക്കേ. ആ പപ്പീനെ നീ ഏറ്റെടുക്കൂടാ? നീ എന്നെ കൊണ്ടൊന്നും വയ്യ. എന്നെ ആരെങ്കിലും ഏറ്റെടുത്ത അത്രയോ ഉപകാരം. നിന്നെ ഞാൻ ഏറ്റെടുക്കാലോ, നീ അതിനെ ഏറ്റെടുത്തോ. അപ്പൊ സെറ്റായില്ലേ? ഇതെന്തുവാ? എന്നെ ആ പട്ടീനെ ഇഷ്ടമല്ല. അപ്പൊ എന്തായാലും നീ സമ്മതിച്ചല്ലോ. താങ്ക് യു. എന്നാ ശരി എന്നാല്. എപ്പോ? എടോ പോയി. അയ്യോ ജയിക്കേ, എങ്ങോട്ടാടേ? ഞാനീ പഞ്ചായത്ത് വിട്ടു. എന്തോന്നിന്? അല്ല, വെറുതെ. ഇങ്ങോട്ട് വരുമോ? എനിക്ക് കുറച്ചിട്ട് ആൾക്കണം. ഓക്കെ, പറഞ്ഞോ. മിസ്ഡ് യു. എന്തോ കേക്കല്ലേ? മിസ് ചെയ്തു മയിരേന്ന്. ഇപ്പം കേട്ട്. എൻ്റെ മറ്റു വർത്താനൊന്നും അധികം നിന്നോട് ഇനി പറ്റില്ല എന്ന് എനിക്കറിയാം. ബട്ട് നിന്നെ പോലെ ഒന്നിനെ നഷ്ടപ്പെടുത്താൻ എനിക്കാവൂല. വേറെ കിട്ടൂലേ? വേറെ കിട്ടും, ബട്ട് നിന്നെ കിട്ടൂലോ. നീ 18. ഐ നോ, എന്നെ കൊണ്ട് പറ്റുമെന്നറിയില്ല. ബട്ട് ഒരു മയത്തിലൊക്കെ ഞാൻ ശ്രമിക്കാം. ആരോ എന്നോട് പൊക്കോളാൻ പറഞ്ഞല്ലോ. അധികം ആടല്ലേട്ടാ നീ. സോറി. കഴിഞ്ഞോ? ഇല്ല, ഇനിയും വേണം, കുറേ വേണം. എന്ത്, നിനക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? ചെറുതായിട്ട്. എല്ലായിടത്തും ഞാൻ തന്നെ ചെല്ലണ്ടേ? ആ കാല് ഞാനങ്ങ് വെട്ടിയാൽ മതി. പിന്നെ എല്ലായിടത്തും ചെല്ലില്ലല്ലോ നീ. എല്ലാവരുടെയും പ്രശ്നം ഞാൻ തന്നെ കേൾക്കണ്ടേ? ഇപ്പം എൻ്റെ മെയിൻ പരിപാടി ഡിപ്രഷൻ ഉള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കല. എല്ലാം കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരും. ആദ്യം എൻ്റെ പ്രശ്നം തീർത്തതാ. ചേട്ടൻ എന്താ പ്രശ്നം? യു. ഞാനെന്താ ചെയ്തത്? എനിക്കൊരു കിസ് വാ.
യു ലൈക്ക് മീ? അറിഞ്ഞിട്ട് എന്തിനാ? നീ എന്താ എന്നെ കെട്ടാനൊന്നും പോണില്ലല്ലോ. നിനക്ക് ഫീലിങ്സ് ഒന്നുമില്ലല്ലോ, ഓൺലി ബെനിഫിറ്റ് അല്ലേ? നോ. ആ, എന്നാ പിന്നെ അറിയണ്ട. ഞാൻ കെട്ടുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഞാൻ മോശമല്ലേ? എൻ്റെ ഭാഷ മോശമല്ലേ? അല്ല, അതുകൊണ്ട് കെട്ടണ്ട. ലൂക്ക, നീ എവിടായിരുന്നു? എത്ര വട്ടം ഞാൻ വന്ന് അന്വേഷിച്ചെന്നറിയോ? ജിമിച്ചനോട് ചോദിച്ചു നോക്ക്, എവിടെയെങ്കിലും പോവാണെന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? അതെ, ഒരുപാട് വട്ടം. ഞാൻ ഇച്ചയുടെ വീട്ടിൽ പോയതാ. വാ, എനിക്ക് സംസാരിക്കാം. ഇവന്റെ പല്ലിപ്പോ അവൻ അടിച്ചു പോയിക്കും. ലൂക്ക വാ. ജയിക്കേ. ஒரு வார்த்தை பேசாமல் நீ பாரடி உந்தன் நிமிடங்கள் நீளட்டுமே வேறேதும் நினைக்காமல் விழி மூடடி இந்த நெருக்கங்கள் தொடரட்டுமே ஓ யாரும் பார்க்காமல் என்னை பார்க்கிறேன் என்னை அறியாமல் உன்னை பார்க்கிறேன் சிறு ജിമ്മിച്ച, എങ്ങോട്ടങ്ങനെ വലിച്ചോണ്ട് പോകുന്നത്? മിക്കവാറും കൊല്ലാനായിരിക്കും. എടാ ചെറുക്ക, നീ നിന്റെ കാര്യം നോക്ക്, അത് കയ്യിൽ നിന്ന് പോയി. സമ്മതിക്കില്ല അവൻ. നൈറ്റ് പോട്ടോ നീ? നൈറ്റ് ഞാൻ പുറത്ത് കിടന്നോളാം. എന്താടാ ലൂക്ക, വല്ലാത്ത സൗണ്ടും കരച്ചിലൊക്കെ ആർന്നല്ലോ? അത് നിങ്ങളുടെ പട്ടി എന്നെ ഒന്ന് കടിച്ചതാ. ഇവിടെ ഒരു സിംഗിൾ കൂടെ ജീവിക്കുന്നുണ്ടെന്ന് നീ ഓർത്താ നന്ന്. ലൂക്ക, ഇവൻ എന്നെ കൊല്ലിക്കാനായിട്ട് വന്നേക്കോ. എന്താ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. എന്തിനാ? വാടാ, ഐ ഫീൽ സോ ഡിപ്രസ്ഡ്. എനിക്ക് പ്ലീസ് വാ. കള്ളക്കരച്ചിലെന്ന് പറയേ ഇല്ല, അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. ഇന്ന് നീ വന്നില്ലേ, ഞാൻ സെത്തുപോയാ പിന്നെ നിനക്ക് വരാൻ ആവില്ലല്ലോ. ഓ, നടക്ക്. ലൂക്ക, എന്താ ഇത്? ഏത് ഡേറ്റ് വിത്ത് മൈൻ? നീ എപ്പോഴും അവന്റെ മൈൻ ആയേ? അത് ചേക്കേ, ഇത് ഡേറ്റ് ഒന്നും അല്ല. അവൻ പുറത്തോട്ട് പോവാന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞപ്പോ ഞാൻ പോയാ. ഓ, ആര് വന്ന് കരഞ്ഞു കാണിച്ചാലും നീ കൂടെ പോവോ? ചേക്കേ, മര്യാദക്ക് സംസാരിക്കുക. അവൻ ഡിപ്രസ്ഡ് ആണെന്ന് പറഞ്ഞ് വന്ന് കരഞ്ഞപ്പോ ജസ്റ്റ് ഞങ്ങൾ പോയി ഇച്ചിരി നടന്നു വന്നു, അത്രേ ഉള്ളൂ. ഡേറ്റ് ഒന്നുമല്ല. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അവൻ്റെ കൂടെ പോവല്ലെന്ന്. നിനക്ക് ഞാൻ സ്റ്റെപ്പിനാണല്ലോ. എൻ്റെ വാക്കിന് എന്താ വാല്യൂ? നിന്റെ ഇഷ്ടത്തിന് തേണ്ടി നടക്കാലോ കണ്ണി കണ്ടവന്മാരുടെ കൂടെ. ശരിക്ക് നിന്നെ ഞാൻ അങ്ങനെയാണോ കണ്ട് ഇത്രയും കാലം? അതിനാണ് ഞാൻ ഇത്രയും നേരം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. പിന്നെ ആരാ ഞാൻ നിനക്ക്? FWB. That's it. ഇറങ്ങിപ്പോ. ശരിക്ക്
നീ എന്താ ഈ സോഫയിൽ കിടക്കുന്നത്? റൂമില്ലേ നിനക്ക്? ആ അത് ജിമ്മിച്ച ജയിക്കേ ഇല്ലേ? ഇല്ല, അവൻ രാവിലെ ഇറങ്ങിപ്പോയതാ. ജിമ്മിച്ച ജയിക്കയുടെ മാരേജ് ആണോ? രാവിലെ വീട്ടിൽ ചെന്നപ്പോൾ ജയിക്കയുടെ മമ്മി പറഞ്ഞ് ഏതോ അപ്സരയുമായിട്ട് നാളെ എൻഗേജ്മെൻ്റ് ആണ്, മാരേജ് ഉടനെ ഉണ്ടാവുമെന്ന്. ആ അതെ. നീ പോവാണോ? ആ, ഞാനെന്തിനാ ഇനി ഇവിടെ? ജിമ്മിച്ച ജയ്ക്ക് ആളുണ്ടോ? മാരേജ് ചെയ്യാൻ പോവാണോ? ഉണ്ട്. അതും ശരിയാ. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ പെട്ടെന്ന് കേട്ടപ്പോൾ. ജയിക്കെന്നെ നിനക്ക് ഇഷ്ടമാണോ? ആണേലും അല്ലേലും ഇപ്പം എന്താ, ഒന്നുമില്ലല്ലോ. അവൻ അവൻ്റെ കൊച്ചിൻ്റെ കൂടെ നിൽക്കട്ടെ, മാരേജ് ചെയ്തോട്ടെ. എനിക്കറിയണം. നീ എന്തിനാ അറിയുന്നത്? അറിയണം, പറ. യു ലവ് ഹിം? ഏയ്, ഞാൻ ജസ്റ്റ് FWB. ഇവന്മാർക്കൊന്നും കണ്ണ് നിറയാത്ത കള്ളം പറയാൻ അറിയൂലേ തമ്പുരാനെ. എടാ മോനെ, നീ ആ കണ്ണീര് തുടച്ചിട്ട് നിന്നോട് ചോദിച്ചത് പറ. നിനക്ക് ഇഷ്ടമാണോ അല്ലേ? ഇഷ്ടമാണേൽ അത് പറയണം. എന്തിനാ പേടിക്കുന്നത്? ആരും കൊന്നിട്ടൊന്നുമില്ലല്ലോ. ആണെങ്കിൽ ഇപ്പൊ എന്താ, കൊണ്ടുതരുമോ? അല്ല പിന്നെ അവന്റെ ചോദ്യം കേട്ട തോന്നും. ഞാൻ പോവാ. എടാ ലൂക്ക, നിക്ക്. ജയ്ക്ക് ഡോർ തുറക്ക്. ജയ്ക്ക് രാവിലെ തൊട്ട് പിന്നാലെ നടന്ന് വിളിക്കാൻ തുടങ്ങിയതാ ഞാൻ. എനിക്ക് ആവുന്നില്ല. മിണ്ടാതിരുന്ന സോൾവ് ആക്കാനാവോ? ജയ്ക്ക് ഡോർ തുറക്ക്, എനിക്ക് സംസാരിക്കണം. എന്തിനാ എപ്പോഴും എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ എന്നോട് മിണ്ടാതെ ഇങ്ങനെ അവോയ്ഡ് ആക്കുന്നത്? എനിക്ക് നിന്നോട് ആൽക്കണം ജയ്ക്ക്. ജയ്ക്ക് നിൽക്ക്, സംസാരിക്കാം. ഞാൻ പുറത്തു പോവാ. ജയ്ക്ക് എനിക്ക് സംസാരിക്കണം എന്ന്. എനിക്ക് വർക്കുണ്ട്. നിന്നോട് സംസാരിക്കാൻ കുറേ പേരുണ്ടല്ലോ ഡേറ്റിന് പോകാനൊക്കെ, അവരോട് സംസാരിച്ചാൽ മതി നീ. പിന്നെ എൻ്റെ FWB ആ നീ. ആ ലിമിറ്റിൽ നിന്നാൽ മതി. എൻ്റെ BF ആവാൻ നോക്കണ്ടെന്ന്. FWB ലൂക്ക. ജയ്ക്ക് നിൽക്കും. വിടാൻ. ജയ്ക്ക് നിൽക്കാൻ. ലൂക്ക പോണ്ട. വിട. ജയിക്ക്. നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ പിന്നാലെ വരില്ലെന്ന്. ഞാൻ വരും. എന്തിന്? ഞാൻ ആരാ നിനക്ക്? അത് നീ എന്തിനാ കരഞ്ഞേ? ജിമ്മിച്ചൻ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുമ്പോൾ ഞാൻ കരയും. എന്തിനാ ആ ടൈം തോന്നിയേ? അത് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ അറിയാതെ. അത് കേട്ടാൽ നീ കരയുമോ? സോ നിനക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടേലും ഇല്ലേലും ഇപ്പം എന്താ? നിനക്ക് എന്നെ ഇഷ്ടമാണോ ലൂക്ക? ഇത് കുറെ നേരമായി കേൾക്കുന്നു. യെസ് ഓ നോ. അതിനെ നീ കെട്ടാൻ പോവല്ല. മയിലാണ് യെസ് ഓർ നോ പറയാൻ. ഈ വേർഡ് കേട്ടതോടെ എൻ്റെ ചെവി അടിച്ചു പോവും. എന്നെ ഇഷ്ടമാണോ? എനിക്കങ്ങനെ പറയാനാവില്ല. അപ്പോൾ അല്ലേ? അയ്യോ അങ്ങനെയല്ല. അപ്പോൾ ആണോ? ഐ ലവ് യു ജെക്ക്. എനിക്ക് നിന്നെ ഇഷ്ടം. അതുകൊണ്ട് നിന്റെ പുറകെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇങ്ങനെ നടക്കുന്നത്. നിനക്ക് ഓവർ എക്സ്പ്ലനേഷൻസ് തരുന്നതും. നീ വേറെ കെട്ടാൻ പോവാന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞതുമില്ല. ഐ ലവ് യു ജെക്ക്, ഐ ലവ് യു. എൻ്റെ മാരേജ് അല്ലാടാ, എൻ്റെ ബ്രദറിൻ്റെ മാരേജാ. അവൾക്ക് ആൾ മാറിപ്പോയതാ.
ചിരിക്കുന്ന ഇത്രയും നേരം എന്നെ ഇട്ട് കരയിപ്പിച്ചിട്ട് ഞാൻ പോവാ. എടാ നിക്കടാ, പോടോ. ജയിക്കേ 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 ഒന്നുമില്ല. ചോര ജയിക്കേ ജിമ്മിച്ച ചോര ജിമ്മിച്ച ജയിക്കാമെന്ന് ചോര വരുന്ന ജിമ്മിച്ച ഹോസ്പിറ്റലിൽ പോവാൻ ജിമ്മിച്ച വേഗം ജയിക്ക് എന്തായാലും ആവും പ്ലീസ് ജിമ്മിച്ച ഹോസ്പിറ്റലിൽ പോ. ലൂക്ക I love you too. ഒന്നുമില്ല ജയിക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ജിമ്മിച്ച ഇല്ല ലൂക്ക, ഹോസ്പിറ്റലിൽ എത്രയോ തോന്നുന്നു. ജയിക്ക് നിന്റെ ഇങ്ങനെ ഒന്നും പറയില്ല, ഞാൻ കാല് പിടിക്കും. നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ ഓക്കെ ആക്കാം. ജയിക്ക് 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 ജയിക്ക്. என் சுவாச காற்று வரும் பாதை பார்த்து உயிர் தாங்கி நான் இருப்பேன். மலர் கொண்ட பெண்மை வாராமல் போனால் மலை மீது தீ குளிப்பேன். என் உயிர் போகும் போனாலும் துயரில்லை கண்ணே, அதற்காக வா பாடினேன். வரும் எதிர்காலம் உன் மீது பழி போடும் பெண்ணே, அதற்காகத்தான் பாடினேன். முதலா முடிவா அதை உன் கையில் കൊടുത്തു വിട്ടേൻ. ജയിക്കല റിലേറ്റീവ്സ് ഞാനോ എൻ്റെ കെട്ടിയോനോ ജയിക്ക് അടങ്ങി നടക്ക്. നിന്റെ കുടി കുറച്ച് കൂടുന്നുണ്ട്, ബോധമുണ്ടാവില്ല കുടിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ നിന്നെ കെട്ടിട്ടേടാ. ആ തൊട്ടങ്ങി കുടിയെ. ഓക്കെ കെട്ടാ, ഞാൻ നിന്നെ കെട്ടാൻ ഇപ്പം റെഡിയാ. ബാ പോവാം. ഓഹോ റിയലി? ഇങ്ങോട്ടോ പോവാം? അത് ശരിയാ, പാതിരാത്രി 2 മണിക്ക് ആര് കെട്ടിക്കാനാ? എങ്കിൽ പോവണ്ട, ഇവിടെ നിൽക്ക. ദോ പള്ളി. ആ അപ്പോൾ പള്ളിയുടെ മുന്നിലെത്തിയപ്പോഴാണ് അവന് കല്യാണം കഴിക്കാൻ തോന്നിയേ. ഇതിനെ കൊണ്ട് ഞാൻ എങ്ങനെ വീട്ടിലെത്തുമോ എന്തോ. നടക്കങ്ങോട്ട്. ഇങ്ങ് വാടാ. ചീക്കേ വിൽ യു മാരി മീ മിസ്റ്റർ ലൂക്ക? എൻ്റെ ആവാൻ റെഡിയാണോ? അതെ ഷൂ ബോധം പോയാ? ഹലോ ചീക്കേ എന്താടാ പറ്റൂലേ? എന്നാ ഞാൻ വേറെ ആരെയും പ്രപ്പോസ് ചെയ്യാം. കൊല്ലും ഞാൻ വേറെ ആരെയും നോക്കിയാ കൂടെ. സോ വിൽ യു മാരി മീ? യെസ്. I love you ലൂക്ക. ഞാനുണ്ടാവും നിനക്കെന്നും.
സർ, ഒന്ന് മാറുമോ? ആ, നെക്സ്റ്റ് ഡേ ആ വഴക്കുണ്ടായ ജയിക്ക് അത് ഓർമ്മയുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ലൂക്ക ആരാ? ഞാനോ? പേഷ്യൻറ്റിന് കാണണമെന്ന് പറയുന്നുണ്ട്, ബട്ട് അധികം സംസാരിപ്പിക്കില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? ക്രിട്ടിക്കലാ, ചാൻസും കുറവാ. ആളുടെ പാരൻസിനെയും റിലേറ്റീവ്സിനെയും വിവരം അറിയിച്ചേക്കുക. ജയിക്ക്, ഇറ്റ്സ് ഓക്കെ ലൂക്ക. നമ്മുടെ മാരേജ് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നമ്മൾ രണ്ടുപേരും കുടിച്ചിരുന്നു. എൻ്റെ വായന ബോധത്തോടെ ഐ ലവ് യു കേൾക്കാനാ ഇത്രയും ചോദിച്ചത്. നെക്സ്റ്റ് ഡേ നീ ജോഹാൻ്റെ കൂടെ ഡേറ്റിന് പോയെന്നാ കണ്ടേ. അത് ഡേറ്റ് അല്ലേ പോലും. എനിക്ക് സഹിക്കാനായില്ല. നമ്മുടെ കാര്യം പാരൻസിനോട് പറയാനാണ് ഞാൻ രാവിലെ പോയത്. അവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്തില്ല ലൂക്ക. ഇപ്പൊ വിധിയും എനിക്കൊരു ലൈഫുണ്ട്, അത് നിന്റെ കൂടെയാന്ന് പറഞ്ഞ അവിടുന്ന് ഇറങ്ങിയ. ബട്ട് ഇപ്പൊ എനിക്കൊരു ലൈഫില്ല. അധികം സംസാരിക്കല്ലോ മതി. ഐ ലവ് യു ലൂക്ക. ഇനി ഒരു ജന്മമുണ്ട്, നമുക്ക് കുറച്ചുകൂടെ നേരത്തെ കാണണം. ആരെ നോക്കാതെ ലൈഫിലും ഒരുമിച്ച് ജീവിക്കണം. ഡോക്ടർ ജയിക്ക്. Sorry, he is no more. പപ്പ പപ്പ എണീക്ക്. എന്തിനാ പപ്പ ഉറക്കത്തി കരയുന്നേ? സുഖ, പപ്പ ഡാഡിനെ സ്വപ്നം കണ്ട ആടാ. ഡാഡിനെ കാണാൻ പോവാ പപ്പേ? പോവാ.
കഴിഞ്ഞ ജൂക്ക നിന്റെ തന്തയുടെ പ്രാർത്ഥന അതെങ്ങനാ എല്ലാ സൺഡേയും 11 മണി വരെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചില്ലേ സമാധാനം കിട്ടൂലോ? ഇല്ല ഡാഡി, ഡാഡിനെ കാണാൻ പോവാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നയാ. അതെന്താ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിന്റെ ഡാഡീനെ കണ്ടൂടെ? நினைவே இந்த நெஞ்சோடு கலந்து விடு எந்தன் கண்ணோடு கலந்து விடு காலம் தடுத்தால் கலந்து விடு உயிரே உயிரே நினைவே இந்த நெஞ்சோடு கலந்து விடு സോറി, ഹീസ് നോ മോർ. ജയിക്കെ 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 നീക്ക് ജയിക്കെ ജയിക്കെ പ്ലീസ് ഡോക്ടർ ഒരിക്കൽ കൂടി ട്രൈ ചെയ്യും. പ്ലീസ് ഡോക്ടർ, എൻ്റെ ലൈഫിന് ഡ്രീംസ് ഹാപ്പിനെസ് ഒക്കെ ആയി കിടക്കുന്ന. പ്ലീസ് ഡോക്ടർ ജയിക്കെ ജയിക്കെ പ്ലീസ് ജയിക്കെ നീക്ക്. ഐ ലവ് യു കേട്ടോ. എനിക്ക് ലൈഫ് ലോങ് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണോ? ജയിക്കെ 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 പ്ലീസ് ജയിക്കെ നീക്ക് ജയിക്കെ 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 എനിക്ക് ജയിക്കെ. நான் இருப்பேன் மலர் கொண்ட ഹാർട്ട് ബീറ്റ് ഓക്കെ ആവുന്നുണ്ട്. പ്ലീസ് ഇംപ്രൂവിങ്. என் உயிர் போகும் போனாலும் துயரில்லை கண்ணே அதற்காகவா பாடினேன் வரும் எதிர்காலம் உன் மீது பழி போடும் பெண்ணே அதற்காகத்தான் வாடினேன் முதலா முடிவா அதை உன் கையில் கொடுத்து விட்டேன் உயிரே உயிரே வந்து என்னோடு கலந்து விடு உயிரே உயிரே என்னையும் ജുക്ക മര്യാദക്ക് പപ്പേനെ കണ്ടുപിടിച്ചോ. നിന്റെ തന്തനെ പോലെ ആയാണ്ടല്ലോ. ആയ എന്റെ ചെക്കനെ നീ എന്തോ ചെയ്യും? ചെക്കൻ പള്ളിയായത് ചൂക്ക നിൽക്കുന്നു. கலந்து விடு நிலவே நிலவே അങ്ങനെ ചോദിക്ക് ഡാഡി, എപ്പോഴും എന്നെ വരത്തില്ല ഈ പപ്പയുടെ പണി. കൊറേ ചോദിക്കും നിന്റെ ഡാഡി. നോക്ക് ഡാഡി. തുടങ്ങി ജൂക്ക ബേബിയും ലൂക്ക ബേബിയും കൂടെ. നല്ല നല്ല നമുക്ക് വീട്ടിൽ പോവാം. ബാക്കി അവളെ ചെന്ന് അടികൂടാം. നിന്റെ പപ്പ ഒരു ബേബി അല്ലേടാ. പപ്പനെ നമുക്ക് വെളിച്ചത്ത് കിടത്തിറക്കി ഇരുട്ടത്ത് ചോറ് കൊടുക്കാം അല്ലേ മിസ്റ്റർ ലൂക്ക? ചേക്ക് ചൂക്ക ഉണ്ടെന്നുള്ള ബോധമില്ല അപ്പൊ കുറച്ച് ടൈം ആയിട്ട്. ഓഹോ, നൈറ്റ് നീ റൂമിൽ വാ, നിനക്ക് ബോധം ഉണ്ടാക്കാനോ. ഞാനിന്ന് പുറത്താ കിടക്കുന്ന. എങ്കിൽ ഞാനും എന്നാ ഞാനും. നന്നായുള്ളൂ. ചൂക്ക നിന്നെ എന്റെ കയ്യിൽ കിട്ടൂടാ.
ഹാപ്പി ആനിവേഴ്സറി കെട്ടിയവന്. ഇന്നൊക്കെ നമ്മ കണ്ടിട്ട് 2 ഇയർ ആവുന്നു. ഹാപ്പി 2 ഇയർ ആനിവേഴ്സറി കെട്ടു. ഐ ലവ് യു. ലവ് യു മോർ. ലൈഫ് ലോങ് ഞാൻ കൂടെ ഉണ്ടാവും. ഡോണ്ട് ഫോർഗെറ്റ് യുവർ ഡേ. ലൈഫ് ലോങ് ഞാനും കൂടെ ഉണ്ടാവും. പപ്പ ഡാഡി കേക്ക്. ഇതെന്താ? ഇതോ നമ്മുടെ 2 ഇയർ ലൈഫിലെ കുറച്ച് മെമ്മറീസ്. കെട്ടു നീക്ക്. 9 മണിയായി. കെട്ടിയവനെ നീക്ക്. ലൂക്ക, മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഉച്ച. നൈറ്റ് ഫുള്ള് കണ്ണും തുറച്ചിരുന്ന് ഉച്ചയ്ക്ക് നീച്ചു വരും. കെട്ടു, എനിക്ക് മൂഡ് ഓഫ്. ബാ, ഡേറ്റിന് പോവാം. ലൂക്ക, എനിക്ക് രസമില്ലാടോ. ബാ, എനിക്കൊരു കഥ പറഞ്ഞതാടോ. എന്ത് കഥ? മ്ലേച്ഛ കഥ. നീ മ്ലേച്ഛ. ഇന്ന് നേരത്തെ നീച്ച് അവന്റെ മുന്നിൽ നിന്ന് കുറച്ച് ആടണം. നേരത്തെ നീച്ചെന്ന് പറഞ്ഞു. ലൂക്ക, ലൂക്ക. ഡാഡി മറന്നു. പപ്പ പള്ളിയിൽ പോയി. നീ 11 മണിക്ക് നോക്കിയാ മതി. അയ്യോ, ഇന്ന് സൺഡേ ആണല്ലോ. മറന്ന്. വെറുതെ അല്ല അവൻ വന്ന് വിളിക്കാത്ത. മിണ്ടണ്ട. ജയിക്കാൻ നോക്കി നിൽക്കാതെ പോ. നീ പഠിച്ചോടാ, ഞാൻ ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തോളാം. ലൂക്ക, മഴ. വാ, കെട്ടിപ്പിടിച്ച് കിടക്കാം. പന്ത്രണ്ട് മണിയായി. കിടന്ന് ഉറങ്ങി കേട്ടു. ഒന്നാവട്ടെ, അത് വരട്ടെ ആൾക്കാം. 2 ഞാൻ 2:30 പറഞ്ഞ. ഇവനെ ഇന്ന് ഞാൻ. ഓഹോ, എനിക്ക് നിന്നെ ഇന്ന് ഞാൻ. കിട്ടും. 2 മണിയായി. തടപ്പ്